ശിശുക്കളെ പോലെ തങ്ങളെ തന്നെ താഴ്ത്തുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ലോകമെമ്പാടുമുള്ള മിഷനറിമാരുടെ മധ്യസ്ഥ തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും എളിമപ്പെടലുകളും ഒക്കെ നറുപുഷ്പങ്ങളാകുന്ന റോസാപുഷ്പങ്ങളാക്കി മാറ്റിയവളാണ്. ചെറുവേദനകളെ പുഷ്പങ്ങളാക്കി തീർത്തുകൊണ്ട് ചെറു പ്രവൃത്തികളിൽ ലോകം മുഴുവനുമുള്ള വലിയ ദൈവിക സ്നേഹത്തെ ഉള്ളടക്കം ചെയ്ത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ത്രിത്വത്തെ കാരാഗ്രഹത്തിൽ എന്ന പോലെ ബന്ധിച്ചിട്ട് ദൈവസ്നേഹത്തിൻ്റെ നിറവായി മാറിയ ഒരു കൊച്ചു വലിയ വിശുദ്ധ. ഈ വിശുദ്ധയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ റോസാപുഷ്പങ്ങളാക്കി തീർക്കാം. ശിശുക്കളെ പോലെ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവരെന്നും ജനങ്ങൾ തൻ്റെ നാമത്തിൽ കുട്ടികളെ സ്വാഗതം ചെയ്യണമെന്നും യേശു പഠിപ്പിക്കുന്നു. ഒന്നാമതായി വിനയവും അനുസരണവും. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ജനങ്ങൾ താഴ്മയും അനുസരണവും ഉള്ളവരായിരിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നു. രണ്ടാമത് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. തങ്ങളെ തന്നെ ഉയർത്തുവാൻ, വലിയ വ്യക്തിയാക്കുവാൻ പരിശ്രമിക്കുന്നതിന് പകരം ആവശ്യമുള്ള ജനങ്ങളെ സ്നേഹിക്കുന്നതിലും സേവിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയവർ എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഇതാണ് ശിശുതുല്യമായ സേവനം. മൂന്നാമത് ക്ഷമാപണമാണ്. യേശുവിൻ്റെ ഉപമ ദൈവത്തിൻ്റെ ക്ഷമയെയും ക്രിസ്ത്യാനികൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെയും പ്രതിനിധീകരിക്കുന്നു. എന്നിരുന്നാലും ക്ഷമ എന്നത് അനുരഞ്ജനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിന് 2 വ്യക്തികളും യോജിപ്പുള്ളവരായിരിക്കണം. ക്ഷമിക്കുവാൻ ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ടത് ശിശു തുല്യമായ നൈർമല്യതയാണ്. ഞാനെന്ന ഭാവത്തിൽ നിന്നും നിന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന ഭാവത്തിലേക്കുള്ള വളർച്ചയാണ് ക്ഷമ. നാലാമതായി പ്രലോഭനം. പ്രലോഭനം ഒഴിവാക്കാനാവാത്തതാണെന്നും എന്നാൽ വീഴുന്നവരെ ആളുകൾ വെറുക്കരുതെന്നും യേശു മുന്നറിയിപ്പ് നൽകുന്നു. ശിശുതുല്യമായ നൈർമല്യത നാം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ വീഴുന്നവരെയും വീഴ്ചകളെയും നൈർമല്യഭാവത്തോടുകൂടി ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയാക്കി മാറ്റുകയും അവർക്ക് വേണ്ടി ദൈവത്തോട് നിലകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. അഞ്ചാമതായി പാപം. മറ്റുള്ളവരിൽ പാപത്തെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് യേശു വിഭാവനം ചെയ്യുന്നത്. പാപത്തിൽ നിന്നും വീഴ്ചകളിൽ നിന്നും നമ്മെ എപ്പോഴും സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലേക്ക് നാം ഒരു ശിശുവിനെ പോലെ നമ്മെ വിട്ടുകൊടുക്കുമ്പോഴാണ്. ഞാനല്ല എന്നെ നയിക്കുന്നത്, എൻ്റെ ദൈവം എന്നെ നയിക്കുന്നു എന്ന ബോധ്യത്തിൽ ഓരോ ദിനവും നയിക്കപ്പെടുവാനും ജീവിക്കുവാനും നാം നമ്മെ സമർപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി സന്തോഷമാണ്. ഈ സന്തോഷത്തിലേക്കും നമ്മെ നയിക്കുന്നതാണ്. ദൈവകരങ്ങളിലേക്ക് നാം നയിക്കപ്പെടുകയാണെങ്കിൽ, നമ്മെ വിട്ടു നൽകുകയാണെങ്കിൽ ആ സന്തോഷം ഓരോ ദിനവും നാം അനുഭവിക്കും. അതെൻ്റെ സന്തോഷമല്ല, അത് ദൈവത്തിൻ്റെ സന്തോഷമായി ഞാൻ അനുഭവിക്കും. അതാണ് ശിശുതുല്യമായ ഒരു വിട്ടുനൽകൽ, ഒരു സമർപ്പണം, ഒരു സന്തോഷം നാം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ ഉള്ള ഏറ്റവും വലിയ ആത്മീയത. പ്രിയരെ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ വിട്ടു നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സൗഖ്യവും സാന്ത്വനവുമായി നമുക്ക് മാറാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഈ സന്തോഷം പകർന്നു നൽകുന്നവരുമാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, ദൈവത്തിനാരാമവീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാപ്പൂവാണു നീ, കൊച്ചു പൂവാണു നീ.
കൊച്ചു ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കന്യേ കൊച്ചു ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, മനതാരിനുള്ളിലെ നിശബ്ദ ധ്യാനത്താൽ ഉന്നത പ്രേഷിതയായവൾ നീ. മനതാരിനുള്ളിലെ നിശബ്ദ ധ്യാനത്താൽ ഉന്നത പ്രേഷിതയായവൾ നീ. നിൻ സ്നേഹ ചൈതന്യം ഞങ്ങളിൽ തൂവണേ. ദിവ്യമാ സാക്ഷ്യങ്ങൾ പിന്തുടരാം. അമ്മേ കന്യേ കൊച്ചു ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കന്യേ കൊച്ചു ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, യേശുവിൻ മുറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് സഹനത്തിൻ പാതയിൽ നടന്നവൾ നീ. യേശുവിൻ മുറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് സഹനത്തിൻ പാതയിൽ നടന്നവൾ നീ. പ്രാർത്ഥനാ മലരുകൾ ഞങ്ങളിൽ വിതരണേ. ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കന്യേ കൊച്ചു ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, ദൈവത്തിനാരാമവീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാ പൂവാണു നീ കൊച്ചു